ഇറാനിയൻ വിമാനങ്ങൾക്ക് ബെയ്റൂട്ടിൽ ഇറങ്ങാൻ ലെബനൻ അനുമതി നിഷേധിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ലെബനൻ സർക്കാർ ഈ തീരുമാനം പ്രധാനമായും കടുപ്പിച്ചത്. ഇറാൻ വിമാനം ലെബനിൽ ഇറങ്ങുകയാണെങ്കിൽ വിമാനത്താവളം ലക്ഷ്യമിടുന്നത് അമേരിക്ക വഴി ഇസ്രായേൽ ലെബനൻ ഭരണകൂടത്തെ അറിയിച്ചുവെന്നാണ് ലെബനനുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനെതിരെയുള്ള ഇസ്രായേൽ ഭീഷണി വളരെ ഗൗരവമാണെന്ന് അമേരിക്ക ലെബനിൽ അറിയിച്ചതായിട്ടാണ് നിലവിലെ വിവരവും. ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് സംബന്ധിച്ച് പ്രധാനമന്ത്രി പ്രസിഡന്റുമായും കൂടിയാലോചിച്ച ശേഷം ലെബനന്റെ പൊതുമരാമത്ത് ഗതാഗത മന്ത്രാലയം വിമാനത്തിന് അനുമതി നിഷേധിച്ചുവെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഈ ആഴ്ച ഇറാനിൽ നിന്നുള്ള വിമാനത്തിന് ലെബനിൽ ഇറങ്ങുന്നതിന് അനുമതി നിഷേധിക്കുകയുണ്ടായി. ഇത് ലെബനിൽ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ അനുയായികളിൽ നിന്ന് പ്രതിഷേധത്തിന് വലിയ തോതിൽ കാരണമാവുകയും ചെയ്തു. ലെബനൻ പൗരന്മാരുടെ സുരക്ഷ തങ്ങൾക്ക് അതിപ്രധാനമായ കാര്യമാണെന്ന് ലെബനൻ പ്രധാനമന്ത്രി വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. അതേസമയം തന്നെ ഇറാനിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടുവരാൻ ഹിസ്ബുള്ള ബെയ്റൂട്ടിൽ വിമാനത്താവളം ഉപയോഗിച്ചതായി ഇസ്രായേൽ പലതവണ ആരോപണം ഉയർത്തുന്നുമുണ്ട്. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ഒരു വർഷത്തിലേറെയായി തുടരുന്ന ശത്രുതയ്ക്കും 2 മാസത്തെ തുറന്ന യുദ്ധത്തിന് ശേഷം നവംബർ 27 മുതൽ ലെബനിൽ ദുർബലമായ ഒരു വെടിനിർത്തൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാനെതിരെയുള്ള ഇസ്രായേൽ ഉയർത്തിയ ഭീഷണി വളരെ ഗൗരവമാണെന്ന് അമേരിക്ക ലെബനനെ അറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, പ്രധാനമന്ത്രിയായും പ്രസിഡന്റുമായും കൂടിയാലോചിച്ച ശേഷമായിരുന്നു ലെബനന്റെ പൊതുമരാമത്ത് ഗതാഗത മന്ത്രാലയം വിമാനത്തിന് അനുമതി പ്രധാനമായും നിഷേധിച്ചതും. ഈ ആഴ്ച 2 തവണ ഇറാനിയൻ വിമാനങ്ങൾക്ക് ബെയ്റൂട്ടിൽ ഇറങ്ങാൻ ലെബനൻ അനുമതി നിഷേധിച്ചതായിട്ടാണ് ലെബനൻ സുരക്ഷാ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. കൂടാതെ ഇറാനിൽ നിന്നും ആയുധങ്ങളും പണവും കൊണ്ടുവരാൻ ഹിസ്ബുള്ള ബെയ്റൂട്ടിലെ വിമാനത്താവളം ഉപയോഗിക്കുന്നതായി ഇസ്രായേൽ പല പ്രാവശ്യം ആരോപണം ഉയർത്തിയിട്ടുമുണ്ട്. ഇറാനിയൻ വിമാനങ്ങൾ തടഞ്ഞതോടെ പ്രതിഷേധവുമായി ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ അനുയായികൾ രംഗത്ത് വരികയുണ്ടായി. ഇവർക്കെതിരെ ലെബനൻ സൈന്യം കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വ്യാപകമാകുന്നതിന് ഇത് കാരണമായിരിക്കുകയാണ്.